മൂത്രശങ്ക വന്നു, അതായത് മൂത്രമൊഴിക്കുന്ന ഒരു തോന്നൽ വന്നു, മൂത്രമൊഴിക്കാനുള്ള സൗകര്യമില്ല, പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, പറ്റുന്നില്ല. ഒടുവിൽ മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ഒരു അരമണിക്കൂർ പിടിച്ചു വെക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും മൂത്രം ഒഴിക്കാൻ പോകുന്നത്. പോയി കഴിയുമ്പോഴോ മൂത്രം പോകുന്ന സമയത്ത് തുടങ്ങാൻ തന്നെ ഒരു അസ്വസ്ഥത, അടിവയറിന് വല്ലാത്തൊരു വേദന പോലെ. മൂത്രം ഒഴിച്ചു തുടങ്ങിയാലോ ഒരു നീറ്റൽ അനുഭവപ്പെടുന്നു. അയ്യോ, അരമണിക്കൂർ മൂത്രം പിടിച്ചു വെച്ചാൽ അടിവയറ് വേദന വരുമോ, മൂത്രത്തെ പഴുപ്പ് വരുമോ? ഈ ഒരു അവസ്ഥ ഒരുപാട് പേരെ അലട്ടാറുണ്ട്. പ്രത്യേകിച്ച് നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യം ഇല്ലെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും മൂത്രം ഒഴിക്കാതെ, ഇപ്പോൾ ഓഫീസിലായിക്കോട്ടെ സ്കൂളുകളിലായിക്കോട്ടെ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വെക്കും. ഇത് പലപ്പോഴും സ്ത്രീകൾക്ക് ഇങ്ങനെ ഈ ഒരു വേദന അനുഭവപ്പെടുന്നതിന് കാരണമാകാറുണ്ട്. വളരെ കോമൺ ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞുതരാം. മൂത്രസഞ്ചി എന്ന് പറയുന്നത് ഒരു മസിൽ കൊണ്ടുള്ള ഒരു അവയവമാണ്. നിങ്ങൾ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വെച്ചിരുന്നാൽ പോലും കിഡ്നി കൃത്യമായി ഈ അരിച്ച് മൂത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂത്രസഞ്ചി നിറഞ്ഞ് വരുന്നതനുസരിച്ച് മൂത്രസഞ്ചിയുടെ ആ മസിൽസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. നമ്മുടെ കൈകൾ തന്നെ കുറേ നേരം പുറകിലേക്ക് പിടിച്ചു വെച്ച് കെട്ടിവെച്ചിട്ട് നമ്മൾ നിവർത്തി കഴിയുമ്പോൾ വല്ലാത്ത വേദന വരത്തില്ല. അതേപോലെ നമ്മുടെ ബ്ലാഡറിന്റെ മസിൽ ഈ മൂത്രം നിറഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ വികസിച്ച് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു അവസരം കിട്ടിപ്പോയി മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഈ മസിലുകൾ ചുരുങ്ങാൻ ഒരു വേദന അനുഭവപ്പെടും. ഇതാണ് പലപ്പോഴും പിടിച്ചു വെച്ചിട്ട് ഒഴിക്കുന്ന സമയത്ത് വേദന വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മസിൽ വികസിച്ച് ചുരുങ്ങുന്ന സമയത്ത് ഇങ്ങനെ കുറേ നേരം മസിൽ വികസിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ചുരുങ്ങുമ്പോൾ ഏതൊരു മനുഷ്യന് വേദന അനുഭവപ്പെടാം. എന്നാൽ മറ്റൊരു കാരണം കൂടിയുണ്ട് പ്രധാനമായിട്ടും. അതായത് മൂത്രം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് മൂത്രത്തിനകത്ത് പലവിധ രാസവസ്തുക്കൾ, പ്രധാനമായിട്ടും അമോണിയ, യൂറിയ പോലുള്ള പലവിധ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ ഘടകങ്ങൾ മൂത്രം ഒരുപാട് സമയം ബ്ലാഡറിനകത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് മൂത്രസഞ്ചിയുടെ ഭിത്തികളിൽ പോയി ഈ രാസവസ്തുക്കൾ ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഈ ഇറിറ്റേഷന്റെ ഭാഗമായിട്ട് മൂത്രസഞ്ചിയിൽ വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. വല്ലപ്പോഴും ഇങ്ങനെ മൂത്രം പിടിച്ചു വെച്ചിട്ട് ഒഴിക്കുന്നത് സാരമില്ല, ശരീരം അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ എപ്പോഴും മൂത്രം അങ്ങനെ പിടിച്ചു വെച്ച് ഹോൾഡ് ചെയ്ത് മാത്രം, നിങ്ങൾ രാവിലെ സ്കൂളിൽ പോയാൽ വൈകുന്നേരം വന്നിട്ട് മാത്രം മൂത്രം ഒഴിക്കുന്ന കുട്ടികളുണ്ട്, ഓഫീസിൽ പോയാൽ ടോയ്ലറ്റിന്റെ പരിസരത്ത് പോകാത്ത സ്ത്രീകളുണ്ട്. ഇത്തരക്കാരിലൊക്കെ സംഭവിക്കുന്നത് കുറെ നേരം പതിവായിട്ട് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ബ്ലാഡറിന്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് മൂത്രം പോകണമെന്നൊരു തോന്നൽ ഡെവലപ്പ് ചെയ്യും. ഇവർക്ക് തുടർച്ചയായിട്ട് മൂത്രത്തിൽ പഴുപ്പ്, മൂത്രനാളിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വിട്ടുമാറാതെ വരുന്നതിന് കാരണമാകും. ഇത് മാത്രമല്ല, ഇവർക്ക് ബ്ലാഡറിന് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ എല്ലാം അറിയാണ്ട് മൂത്രം തുള്ളിയായിട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. കുറെ സമയം മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കണമെന്ന് പിന്നെ എപ്പോഴെങ്കിലും വിചാരിച്ചാൽ പോലും പറ്റത്തില്ല, ഉടൻ ടോയ്ലറ്റിലേക്ക് ഓടേണ്ട ഒരു അവസ്ഥ അനുഭവപ്പെട്ടു വരാം. ഇത്രയും പൊല്ലാപ്പുകളുടെ പുറകെ പോകണ്ട. മൂത്രം ഒഴിക്കണമെന്ന് തോന്നൽ വന്നാൽ 10 മിനിറ്റിനകത്ത് മൂത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എല്ലാ മനുഷ്യരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. പലരും ഈ അബദ്ധം കാണിക്കുന്നതാണ്.